കാറ്റാടിമലയിലെ പുണ്യ തേജസ്, കാറ്റാടിമലയിലെ പുണ്യ തേജസ്, കാറ്റാടിമലയിലെ പുണ്യ തേജസ്, കാറ്റാടിമലയിലെ പുണ്യ തേജസ്. സ്നേഹപിതാവേ, ഈ പീഡകൾ സഹിക്കാൻ അങ്ങനെ സഹായിക്കണമേ നാഥ. എനിക്ക് ദാഹിക്കുന്നു. കുടിക്കുന്നതിന് കുറച്ച് വെള്ളം തരാമോ? പീഡകൾക്ക് മുമ്പിൽ ഇതൊന്നുമല്ല. നാഥ, അന്ന് തന്നെ എനിക്ക് ദാഹജലം തരേണ്ടത്. കർത്താവേ, ഈ നാഥനെ കടാക്ഷിക്കേണ്ടത്. നാഥ, ഈ നാഥനെ അന്ന് തന്നെ ഈ പാറയിൽ നിന്ന് ദാഹജലം തരേണ്ടത്. കർത്താവേ, അങ്ങയുടെ ശക്തി പാറമേ പ്രവഹിപ്പിക്കണമേ. കെ സത്യദാസ് കാഞ്ഞിരകുളം. സംവിധാനം മധു വെൺകുളം. AD 1712 ഏപ്രിൽ 23-ാം തീയതി എലങ്കം തറവാട്ടിൽ ക്ഷേത്ര പൂജാരി വാസുദേവൻ നമ്പൂതിരിയുടെയും ദേവകി അമ്മയുടെയും മകനായി നീലകണ്ഠപിള്ള എന്ന ദേവസഹായപിള്ള ജനിച്ചു. ഹൈന്ദവ ആചാരപ്രകാരം പൂജാധികർമ്മങ്ങൾ ചെയ്യാൻ നീലകണ്ഠൻ പിള്ളയെ നിയോഗിച്ചത് കാരണം അദ്ദേഹത്തിന് നീലകണ്ഠൻ പോറ്റി എന്ന സ്ഥാനപ്പേരും ലഭിച്ചു. നീലകണ്ഠന്റെ അഭ്യാസ നൈപുണ്യം നേരിട്ടറിഞ്ഞ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂർ രാജകൊട്ടാരത്തിൽ ഉന്നത സ്ഥാനം നൽകി നിയമിച്ചു. തുടർന്ന് ഇരണിയേലിനും തിരുവിതാംകൂറിനും ഇടയ്ക്കുള്ള മേക്കോട് കുബേര കുടുംബത്തിലെ ഭാർഗവി അമ്മയെ വിവാഹം കഴിച്ചു. കൊട്ടാരമക നാലുകെട്ടിൽ സന്തോഷഭരിതമായ ജീവിതം ആരംഭിച്ചു. തൻ്റെ കുടുംബത്തിൽ നടക്കുന്ന പൂജാധികർമ്മങ്ങൾ നീലകണ്ഠന്റെ മനസ്സിനെ വ്യാകുലപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരു അദൃശ്യശക്തിയാൽ വലയം ചെയ്തുകൊണ്ടേയിരുന്നു. തൻ്റെ സഹപ്രവർത്തകനായ തിരുവിതാംകൂർ സർവ്വസൈന്യാധിപൻ ക്യാപ്റ്റൻ ഡിലനായിയുമായുള്ള സമ്പർക്കത്തിൽ നിന്നും തൻ്റെ മനസ്സിൽ കടന്നുകൂടിയ അദൃശ്യശക്തി ലോകരക്ഷകനായ ക്രിസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞു. തീക്ഷ്ണമായ ക്രൈസ്തവ വിശ്വാസത്തിന്റെ കാൽവരി പിന്തുടർന്ന തിരുവിതാംകൂർ രാജകൊട്ടാരത്തിൽ നീതിഷ്ഠനായ ദേവസഹായം പിള്ളയെ ക്രൂരവും പൈശാചികവുമായ രീതിയിൽ പീഡിപ്പിച്ചതിനു ശേഷം 1752 ജനുവരി 14-ാം തീയതി വെള്ളിയാഴ്ച കാറ്റാടിമലയിൽ വെടിവെച്ചു കൊന്നു.
ഇന്ത്യയിലെ ആദ്യത്തെ ക്രൈസ്തവ രക്തസാക്ഷിയായി വാഴ്ത്തപ്പെട്ട ദൈവസഹായം പിള്ളയുടെ പാത പിന്തുടരുവാൻ ക്രൈസ്തവരായ നമുക്കേവർക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ വിശുദ്ധ ഫ്രാൻസിസ് അസീസി ദൈവാലയത്തിലെ ഇടവക അംഗങ്ങൾ അവതരിപ്പിക്കുന്ന നാടകം കാറ്റാടിമലയിലെ പുണ്യ തേജസ്. നിൽക്കവിടെ എന്തിനുള്ള പുറപ്പെടായത്? നിഷേധം അതിൽ കിടക്കണ്. തന്നോടെ പറയണേ. ഇത്രയും കാലം കാളി പൂജകളും ഹോമങ്ങളും നടത്തിയിട്ട് നാം എന്ത് നേടിയിരിക്കണു? നാളുകൾ കഴിയും തോറും നശിച്ചു വരികയല്ലേ നമ്മുടെ ഈ തറവാട്. കൃഷി, വളർത്തു മൃഗങ്ങൾ എന്നിവയുടെ നാശം കൂടാതെ ഇപ്പോൾ ഇതാ ആളുകളുടെ അകാല മൃത്യുവും വരെ. അച്ഛൻ ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? എന്താ ഉണ്ണീത്? അച്ഛനോട് തർക്കത്തിനും പറയാ. എവിടെ നിന്ന് പഠിച്ചു നീ വൃത്തികെട്ട കീഴ്വഴക്കം? അവൻ പറയട്ടെ. കാളി അനുശമിച്ചുള്ള തിത്താനം അറിയാം തനിക്ക്? മോനെ നീല, അച്ഛൻ പറയുന്നതനുസരിക്ക്. ഞാൻ അച്ഛനെ ധിക്കരിക്കുകയായിരുന്നില്ല അമ്മേ. എന്തുമാത്രം അനിഷ്ട സംഭവങ്ങളാണ് നമ്മുടെ ഈ തറവാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കിപ്പോൾ ഈ വക കാര്യങ്ങളിലേക്കുള്ള വിശ്വാസം നഷ്ടമായിരിക്കുന്നു. ഞാൻ പോവുകയാണമ്മേ. ഇവിടെ നിന്നാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മോനെ പ്രാർത്ഥന കഴിക്കാതെയാണോ പോകുന്നത്? ശാപം ഏറ്റു നോക്കുമ്പോൾ അറിയും ധിക്കാരി. രാജൻ, വീരമാർത്താണ്ഡൻ, വീരയോദ്ധാവ്, യുദ്ധനിപുണൻ ശ്രീ ശ്രീ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളുന്നേ. തിരുവിതാംകൂർ മഹാരാജ്യത്തിലെ സർവസൈന്യാധിപൻ ക്യാപ്റ്റൻ ഡില്ലായോട് മുഖം കാണിക്കാൻ അറിയിച്ചാലും ഉത്തരവ്. ഡച്ച് ഗവർണർ ഡില്ലായെ തിരുവിതാംകൂർ സാമ്രാജ്യത്തിന്റെ സർവസൈന്യാധിപനെ നിയമിച്ചത് നാട്ടുപ്രമാണിമാർക്കും നാട്ടുരാജാക്കന്മാർക്കും കടുത്ത എതിർപ്പുണ്ട് തിരുമനസ്സേ. സൈന്യത്തിന്റെ പരമാധികാരം ഒരു വിദേശിയെ തന്നെ ഏൽപ്പിക്കണോ തിരുമനസ്? ഇക്കാര്യം ചിറങ്കീഴ് താലൂക്കിലെ ഭരണാധികാരി പരസ്യമായി വെളിപ്പെടുത്തിയത്രേ. ചുരുക്കി പറഞ്ഞാൽ വേണാട്ടിലെ രാജാക്കന്മാർക്കെല്ലാം തന്നെ ഡില്ലായി സർവസൈന്യത്തിനെ നിയമിച്ചതിൽ കടുത്ത എതിർപ്പുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ എടുത്ത തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം. നമ്മുടെ തീരുമാനത്തിനൊരു മാറ്റവുമില്ല. പരാതിയുള്ളവർ
നമ്മെ നേരിട്ട് ബോധിപ്പിക്കട്ടെ. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ച് സേനയെ നയിച്ച ക്യാപ്റ്റൻ ഡെല്ലായി യുദ്ധത്തിൽ പരാജയപ്പെട്ട് തടവിലായപ്പോൾ ചെയ്ത തെറ്റിന് മാപ്പ് ചോദിച്ചുകൊണ്ട് നമ്മോട് ആവശ്യപ്പെട്ടത് എന്താണെന്ന് അറിയാമോ? ജീവിതകാലം മുഴുവൻ തിരുവിതാംകൂറിനെ സേവിച്ച് കഴിഞ്ഞുകൊള്ളാമെന്ന്. തിരുവിതാംകൂർ സൈന്യത്തെ നവീകരിക്കുകയും 50,000-ഓളം യോദ്ധാക്കളെ പരിശീലിപ്പിച്ച് ശക്തമായ ഒരു സൈനിക ബലമുണ്ടാക്കി. അതിനുശേഷം ഇതേവരെ തിരുവിതാംകൂർ തോൽവി എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. മാതൃരാജ്യത്തോട് നിങ്ങൾ കാണിക്കാത്ത സ്നേഹവും ആദരവും ആ വിദേശിയായ ഡെല്ലായി കാണിച്ചിരിക്കുന്നു. മഹാരാജ തിരുമനസ് വിജയിച്ചാലും ഉപവിഷ്ടനായാലും ഡെല്ലായി, താങ്കളുടെ അഭിപ്രായ പ്രകാരം പത്മനാഭപുരം, ഉദയഗിരി കോട്ടകളുടെ പുനരുദ്ധാരണം ഉടനെ നടത്തേണ്ടിയിരിക്കുന്നു. ഉദയഗിരി കോട്ട വളരെ പഴക്കമേറിയതുകൊണ്ട് അത് പുതുക്കി പണിയണം. വിദേശ ആക്രമണങ്ങൾ ചെറുത്തു നിൽക്കാൻ കിട്ടുള്ള സർവ്വവിധ സന്നാഹങ്ങളുമുള്ള പാശ്ചാത്യ രീതിയിലുള്ള ഒരു പുതിയ കോട്ട നിർമ്മിക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാ അഭിപ്രായം. നാഞ്ചി നാട്ടിലെ നാട്ടുകാരുടെ സാമ്പത്തിക സഹായം പരമാവധി ഉണ്ടാകുന്ന അധികാരി ഉറപ്പ് നൽകിയിട്ടുണ്ട്. മഹാരാജാവ് തിരുമനസ് വിജയിച്ചാലും കോട്ടകളുടെ പുനരുദ്ധാരണത്തിന്റെ ചുമതല തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനും നമുക്ക് പ്രിയങ്കരനുമായ നീലകണ്ഠൻ തന്നെ നിർവഹിക്കട്ടെ. അവിടുത്തെ തിരുവിഷ്ടം പോലെ ആകട്ടെ മഹാപ്രഭു. എന്തുകൊണ്ടും സന്തോഷത്തിന്റെ സുദിനമാണെന്ന്. ആരവിടെ? അടിയൻ നമ്മുടെ നാട്യപ്പര സജ്ജമാക്കാൻ അറിയിച്ചാലും. ഉത്തരവ്.
കുരിശിന്റെ കീഴിൽ മിഴിനീരൊഴുക്കും ആവിയിൽ കനിയണമേ. കരമൊന്നു നീട്ടണേ നാഥ, പുതു സൃഷ്ടിയായി ഞാൻ മാറിടട്ടെ. എന്താ നീലകണ്ഠ, ഞാൻ കുറെ നാളായി ശ്രദ്ധിക്കുന്നു. മനസ്സ് അസ്വസ്ഥമാണല്ലേ? ഇല്ല, അങ്ങനൊന്നും ഇല്ല സുഹൃത്തെ. മനസ്സിൽ ദുഃഖഭാരം വർദ്ധിക്കുമ്പോൾ വേണ്ടപ്പെട്ട ഒരാളോട് തുറന്നു പറയുമ്പോൾ ചിലരോട് ആശ്വാസം ഉണ്ടാകും. ആ ഭാരം പങ്കുവയ്ക്കാൻ ഞാൻ യോഗ്യനാണെങ്കിൽ എന്നോട് പറയാം. ഇല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓ, ഞാൻ വേണ്ടപ്പെട്ടവനല്ല, എന്നോട് പറയാൻ പറ്റില്ലെന്ന് സാരം. എന്റെ വിഷമങ്ങൾ പറഞ്ഞ് താങ്കളെ കൂടി അസ്വസ്ഥനാക്കേണ്ടെന്ന് ഞാൻ വിചാരിച്ചു. എന്റെ തറവാടിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കാളി പൂജകളും ഹോമങ്ങളും നടത്തി എന്റെ തറവാടിന്റെ അസ്ഥിവാരം വരെ തകർന്ന മട്ടിലാണ്. പൂജാതി കർമ്മങ്ങൾ എനിക്ക് നാശങ്ങളുടെ കണക്കുകൾ മാത്രമേ നൽകുന്നുള്ളൂ. ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ എന്റെ മരുതൻകുളങ്ങര തറവാട് നാമാവശേഷമാകും. ഇത്രയേ ഉള്ളൂ, ഇത് നിസ്സാരമല്ലേ? മാനവരാശിയുടെ രക്ഷയ്ക്കായി സ്വയം ബലിവസ്തുവായി തീർന്ന ക്രിസ്തുദേവനെ പറ്റി അങ്ങനെനിക്ക് പറഞ്ഞു തന്ന വാക്കുകൾ എന്റെ ഹൃദയത്തിൽ ഒരുപാട് ആശ്വാസം പകരുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ ഒരുപാട് ദുഷ്ടശക്തികളുടെ പ്രേരണകൾ. ലോകരക്ഷയ്ക്കായി തന്റെ പ്രിയപുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. വിവിധ ഘട്ടങ്ങളിൽ പിശാചിന്റെ പലവിധമായ പരീക്ഷണങ്ങൾ ദൈവപുത്രനായ ക്രിസ്തുവിനെ നേരിടേണ്ടി വന്നു. അതുപോലെയാണല്ലേ നീലകണ്ഠ നിന്റെ ഇപ്പോഴത്തെ സ്ഥിതി? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭവിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ദൈവത്തിന്റെ കരങ്ങൾ നമ്മെ സ്പർശിക്കുമ്പോൾ പലവിധമായ പരീക്ഷണങ്ങൾ കൊണ്ട് നമ്മെ വീർപ്പുമുട്ടിക്കും. ജോബിന്റെ കാര്യം തന്നെ എടുക്കാം. തന്റെ സ്വത്തുക്കളും എല്ലാമായ മക്കളും നഷ്ടപ്പെട്ടപ്പോൾ ജോബ് എന്താണ് പറഞ്ഞതെന്നറിയാമോ? ദൈവം തന്നു, ദൈവം തന്നെ എടുത്തു, ദൈവനാമം വാഴ്ത്തപ്പെടുത്തി. ജോബ് അവസാനം വരെ ദൈവത്തെ വാഴ്ത്തി. എല്ലാ കഷ്ടനഷ്ടങ്ങളിൽ നിന്നും കർത്താവ് ജോബിനെ കരകയറ്റിയില്ലേ? സുഹൃത്തെ, താങ്കളുടെ വാക്കുകൾ എന്റെ ഹൃദയത്തിൽ ഒരുപാട് സാന്ത്വനം പകരുന്നുണ്ട്. ക്രിസ്തുമത വിശ്വാസത്തെ പറ്റി ഇനിയും കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ അങ്ങനെ സഹായിക്കണം. ജീവനുള്ള ദൈവത്തെ നേരിട്ടറിയുവാനും ക്രിസ്തുമത വിശ്വാസത്തിൽ ജീവിക്കുവാനുമായി എന്റെ ഹൃദയം വെമ്പൽ കൊള്ളുകയാണ്. സത്യദൈവത്തെയും നിത്യജീവനെയും പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തന്ന് അങ്ങനെ സഹായിക്കണം. കർത്താവിന്റെ ഉപദേശിച്ച വേലയ്ക്ക് തീക്ഷ്ണമായ ദാഹത്തോടുകൂടി കടന്നു വന്ന നീലകണ്ഠപിള്ളേ, കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ ജോലിക്കാരനാവുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. വിളിക്കപ്പെട്ടവരോ അനേകം, എന്നാൽ എന്റെ പാത തെളിയിക്കാൻ വന്നവരോ ചുരുക്കം. ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ.
നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗസ്ഥനായ പിതാവേ, ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുന്നു. നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യുകയും ചെയ്യുന്നു. കുറച്ചു നാളുകളായി ഞാൻ ശ്രദ്ധിക്കുന്നു, മനസ്സിലേതോ ചിന്ത കടന്നു കൂടിയിട്ടുണ്ടല്ലേ? വരൂ. നമ്മുടെ തറവാടിനെ കുറിച്ചാണ് എന്റെ ചിന്ത. കാളിപൂജകളും കൊടുതുകളും നടത്തി ആകെ തകർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തറവാട്. ഇത്രയും കാലം നാം ശീലിച്ച വിശ്വാസങ്ങളിലൊന്നും ഒരർത്ഥവും ഇല്ലാത്തതുപോലെ. കാരണം അവരുടെ അകാല മൃത്യു എന്നെ ആകെ തളർത്തി കളഞ്ഞിരിക്കുന്നു. പൂജകളും ഹോമങ്ങളും എനിക്ക് നാശകൾ മാത്രമേ നൽകിയുള്ളൂ. മടുത്തു, എല്ലാം മടുത്തു. ഈ ബൈബിൾ, ഈ വിശുദ്ധ ബൈബിൾ, ഇതെന്റെ ഹൃദയത്തിന് ഒരുപാട് ആശ്വാസം പകരുന്നു. എനിക്ക് സന്തോഷം പകരുന്നു. അങ്ങ് പറഞ്ഞു വരുന്നത്? അതെ, വിശുദ്ധ ബൈബിളിലെ ഓരോ വചനങ്ങളും എന്റെ ഹൃദയത്തിനെ ഒരുപാട് ആകർഷിക്കുന്നു. എന്റെ മനസ്സിന് സാന്ത്വനം പകരുന്നു.